നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാദങ്ങൾ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മുടെ പാദങ്ങൾ ഭയങ്കര കട്ടിയായിട്ടും ഒക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഈ പ്രശ്നം മാറാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ക്രബാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സ്ക്രബ് തയ്യാറാക്കാൻ നമുക്ക് പഞ്ചസാര, കോഫി പൗഡർ, വെളിച്ചെണ്ണ എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തരികളായിട്ടുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്, അത് യൂസ് ചെയ്തോളുക. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാകും. ഈ പഞ്ചസാര ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റർ ആണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ ചർമ്മത്തിന് ഒരു ചെറിയ മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരാനായിട്ടും ഈ ഒരു പഞ്ചസാരയ്ക്ക് ആകുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനും, നമ്മുടെ പോഴ്സിനിടയ്ക്കൊക്കെ കയറിയിരിക്കുന്ന ഡേർട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും പഞ്ചസാര സഹായിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നല്ലൊരു ഹെൽത്തിയർ ഗ്ലോയ് കൂടെ നമ്മുടെ സ്കിന്നിന് തരും. പിന്നെ ഈ ഒരു ഷുഗർ നമ്മൾ അമിതമായി യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ഇഷ്യൂസ് ഉണ്ടാകും, നമ്മുടെ സ്കിന്നിന് പല ഡാമേജുകളും ഉണ്ടാകും. നമ്മൾ ഒരുപാട് പഞ്ചസാര നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ കോഫി പൗഡർ കൊണ്ട്. നല്ലൊരു കാമിങ് എഫക്ട്സ് ഉള്ള ഒന്നാണ് ഈ ഒരു കോഫി പൗഡർ. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ചർമ്മത്തിൽ ചെറിയ ചെറിയ വരകളും ചുളിവുകളും ഒക്കെ വീഴുമല്ലോ, അങ്ങനെയാണ് നമുക്ക് ഈ ഏജിങ്ങിന്റെ പ്രശ്നം നമ്മുടെ ഫേസിൽ കാണുന്നത്. ഈ പ്രശ്നം കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കോഫി പൗഡർ. ഇതിൽ വൈറ്റമിൻ B3 അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്കിൻ ക്യാൻസർ വരെ തടയാൻ ഇത് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്, ആക്നെ ട്രീറ്റ്മെന്റിന്, ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനായിട്ട്, സൺ കെയറിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കോഫി പൗഡർ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നമ്മളെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും, സ്മൂത്ത് ആക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വരകളും ചുളിവുകളും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. എന്തെങ്കിലും റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു ടെമ്പററി റെഡ്നെസ് ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് തന്നെ ഇത് മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കുക. പിന്നെ ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, പഞ്ചസാര അലിഞ്ഞു പോകാൻ ഇടവരരുത്. ചെറിയ തരികളായിട്ട് പഞ്ചസാര ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കാലിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ പാസ്റ്റേഴ്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് കാലിൽ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ കാലിൽ എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഭേദമായി കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യുക. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാലിൽ മാത്രമല്ല കേട്ടോ, ഇത് കയ്യിൽ കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കയ്യിലാണ് ഇവിടെ യൂസ് ചെയ്ത് കാണിക്കുന്നത്. കയ്യിൽ നന്നായിട്ട് ഇപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് കാണിക്കും. ഇതുപോലെ നന്നിട്ട് ഒരു പ്രഷർ അധികം കൊടുക്കാതെ സ്ക്രബ് ചെയ്യുക, എന്നിട്ട് കഴുകി മാറ്റുക. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാകും. വീക്ക്ലി 2 ആണ് ഇത് യൂസ് ചെയ്യേണ്ടത്. നല്ലൊരു ബെസ്റ്റ് റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യുക. കാലിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡെഡ് സ്കിൻ സെൽസ് എല്ലാം കാൽപാദങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് കാൽപാദങ്ങളെ സോഫ്റ്റ് ആക്കാനും പാദങ്ങളിലെ അഴുക്കും ചെളിയും നീക്കം ചെയ്യാനും ഈ ഒരു ഒറ്റ സ്ക്രബ് മതി. അപ്പോൾ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.